സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചയിൽ കെ.ടി. ജലീൽ അധിക സമയമെടുത്തതിന്റെ പേരിൽ സ്പീക്കർ ക്ഷുഭിതനായിരുന്നു. എന്നാൽ ഷംസീറിനുള്ള മറുപടി തന്റെ ഫേസ്ബുക്ക് വഴി നൽകിയിരിക്കുകയായിരുന്നു ജലീല. സമയം കഴിഞ്ഞിട്ടും പ്രസംഗിച്ചുകൊണ്ടിരുന്ന ജലീൽ ധിക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തത്. അതിനുള്ള മറുപടി എന്നോണം ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്ന നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം അല്പം നീണ്ടുപോയെന്നും അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ എന്നാണ് കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ലീഗ് കോട്ടയായ മലപ്പുറത്ത് നിന്നുമാണല്ലോ തുടർച്ചയായ 4ാം തവണയും നിയമസഭയിൽ എത്തിയതെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അല്പം ഉശിര് കൂടുമെന്നും ജലീൽ പറഞ്ഞു. മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്ര എളുപ്പം പിടികെട്ടിക്കൊള്ളണമെന്നില്ല എന്നും ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ സംഭവത്തെ ആസ്പദമാക്കി അന്നേ ദിവസത്തെ തന്നെ പ്രസംഗവും സ്പീക്കർ ക്ഷുഭിതനാകുന്നതെല്ലാം വീഡിയോ സഹിതം പങ്കുവച്ചായിരുന്നു മറുപടി നൽകിയത്. ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും സഹകരിച്ചില്ല എന്നും ഷംസീർ പറഞ്ഞിരുന്നു. ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചില്ല എന്നും ജലീൽ കാണിച്ച ധിക്കാരമാണെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. ജലീലിന് സഭയിൽ പ്രത്യേക പ്രിവിലേജ് ഇല്ല എന്നും കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്നത്. നിയമസഭയ്ക്ക് പുറത്തേക്കുള്ള ജലീലും സ്പീക്കറും തമ്മിലുള്ള വാക്പോര് മുറുകി എന്നിരിക്കവെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് 3 മണിക്കൂറുകൾക്ക് ശേഷം ജലീൽ അത് പിൻവലിച്ചതും. എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കി കഴിഞ്ഞിരുന്നു. സംഭവത്തിന് ആസ്പദമായ ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. കെ.ടി. ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ. പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാതായതോടെയാണ് കെ.ടി. ജലീലിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തത്. കേരള സ്വകാര്യ സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് സംഭവം. പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നുള്ളതിനാൽ 6 മണിക്ക് മുമ്പ് സഭാ നടപടികൾ അവസാനിപ്പിക്കാനായി പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ എല്ലാവരോടും ആവശ്യപ്പെട്ടിരുന്നു. ബിൽ അവതരിപ്പിച്ച മന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവരും 10 മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തില്ല. എന്നാൽ കെ.ടി. ജലീൽ അതിൽ കൂടുതൽ സമയമെടുത്തു. പ്രസംഗം ചുരുക്കണമെന്ന് പലവട്ടം സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടും പ്രസംഗം തുടർന്നു. 17 മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രസംഗം നിർത്താൻ തയ്യാറാകാതെ വന്നതോടെ ക്ഷുഭിതനായ സ്പീക്കർ ജലീലിന്റെ മൈക്ക് ഓഫ് ചെയ്തു. തുടർന്ന് സംസാരിക്കാൻ E.K. വിജയനെ ക്ഷണിച്ചു. സഭയിൽ എല്ലാവരും ഒരുപോലെയാണെന്നും ചെയറിനോട് കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ലെന്നും സ്പീക്കർ പറഞ്ഞു. മുമ്പ് സംസാരിച്ചവർ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവരല്ലെന്നും അവരെല്ലാം ചെയർ പറഞ്ഞത് കേട്ടുവെന്നും ഓർമ്മിപ്പിച്ചു. ചെയറിനോട് കാണിക്കേണ്ട മര്യാദ ജലീൽ കാണിച്ചിട്ടില്ല. കെ.ടി. ജലീലിന് പ്രത്യേക പരിഗണനയൊന്നും സഭയ്ക്കകത്തില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കി.